ഞാനൊരു ചടങ്ങ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ആൻഡ് സെബിൻ സാറിനെ എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഒരാളെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത്ര നല്ല രീതിയിൽ എങ്ങനെ സംസാരിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലുണ്ടെങ്കിൽ പോലും നമുക്കത് മുഴുവൻ പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു കേൾവിക്കാരി ആവാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് സംസാരിക്കുന്നതിനേക്കാളും ആളുകൾ പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തതിനും അതുപോലെ തന്നെ അത് പലപ്പോഴും പല ആളുകൾക്കും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ്. ചിലപ്പോൾ നമുക്ക് നല്ലത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും നല്ല രീതിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെമീർ സാറിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരും, ഇപ്പോൾ റാഫിക്കാണെങ്കിലും എനിക്ക് ഒരുപാട് കാലം എന്നല്ല, കുറച്ച് കാലമായിട്ട് അറിയാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. എത്രയോ കുട്ടികളെക്ക് ഹെൽപ്പ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ പല ഇങ്ങനത്തെ ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ആളുകളെയൊക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ യങ്ങർ സെൽഫിൻ്റെ അടുത്തും യങ്ങർ കുട്ടികളുടെ അടുത്തൊക്കെ പറയാറുണ്ട്. അപ്പം ഇവരൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആണ്. ബാക്കി എല്ലാവരും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. എനിക്ക് ഇപ്പം മുംതാസ് ഇത്തയാണെങ്കിൽ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പിൽ ഒരു മെമ്പറും കൂടിയാണ്. അപ്പോൾ കുറച്ച് കോൺവെർസേഷൻസ് കാണാറുണ്ട്. അപ്പോൾ അവരെ പറ്റി കൂടുതൽ എല്ലാവർക്കും അറിയുന്ന പോലെ എനിക്കറിയില്ല, കൂടുതൽ അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഓതറാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെറിയ കുറിപ്പുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വേദി പങ്കിടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അതേപോലെ തന്നെ ബാക്കി ആളുകളെല്ലാവരും, എനിക്ക് അറിയാത്തതും അറിയുന്നതുമായ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പം എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് പല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഈ കൂട്ടായ്മകളാണ് പലപ്പോഴും നമ്മളെ ഒരുമിപ്പിച്ച് വെക്കുന്നതും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, കൂട്ടായ്മകൾ, അവരിൽ നിന്നാണ് പല കാര്യങ്ങളും ആളുകളിലേക്ക് മുഴുവനായിട്ട് എത്താറുള്ളത്. ചിലർ നടത്തിയിട്ടുണ്ടായിരുന്ന ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പുകൾ, അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, ഇതിലൊക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാവാറുണ്ട് എപ്പോഴും. കാരണം ഈ നോളേജ് അവർക്ക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഇതെല്ലാം മാറ്റാൻ പറ്റുമോ. അല്ലെങ്കിൽ ക്യാൻസർ എന്നുള്ളൊരു അസുഖത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളിലെ ഓരോ ആളുകളും ക്യാൻസറിനെ പറ്റിയിട്ട് ബോധവാന്മാരായാൽ മാത്രമാണ് നമുക്ക്, അതായത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ ഡയറക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ഒരാൾ വന്ന് പറയുകയാണ് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ എനിക്ക് മാറിലൊരു മുഴയുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് രണ്ട് രീതിയിൽ അതിനുള്ള റിപ്ലൈ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ പറയാം, അത് മാറിലെ മുഴയല്ലേ, സാരമില്ല, നമുക്ക് എന്താണുള്ളത് നോക്കാം. അല്ലെങ്കിൽ എനിക്കും ഇതുപോലെ ഉണ്ടായിരുന്നു, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അതത്ര ഭയങ്കര കാര്യമായിട്ടുള്ളൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ പറയാം. വേറൊരു വേർഷൻ നമുക്ക് പറയാൻ പറ്റുന്നത്, മുഴയല്ലേ, നമുക്ക് എന്താണെങ്കിലും ഒന്നൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിച്ച് നോക്കാം, എന്താണെന്ന് തീരുമാനമാക്കാം, എന്നിട്ട് നമുക്ക് വേണ്ട ചികിത്സകൾ ചെയ്യാന്നുള്ളത്. മാറിൽ കാണുന്ന 80% മുഴകളും ക്യാൻസറുകളല്ല. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെറിയ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറുന്ന പല അസുഖങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അത് വെച്ചിരുന്നിട്ടാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ അഡ്വക്കേറ്റ്സ് ആവണം. അതായത് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡീനെ നമ്മൾ കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ ഒരുവിധം മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് ഒരു ഡോക്ടറുടെ ഹെൽപ്പ് സീക്കുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ കൂട്ടായ്മകളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ കണ്ണൂരുള്ള ആളുകൾ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. ഫസ്റ്റ് കണ്ടാൽ ചോദിക്കുക കഴിച്ചോ എന്നാണ്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ കഴിച്ചോ എന്ന് ചോദിക്കുന്നത്, നമ്മൾ സുഖമാണോ ചോദിക്കുന്നതിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണോ. ആ ഒരു ചോദ്യത്തിലായിരിക്കും ചിലപ്പോൾ വിചാരിക്കുക ഓക്കെ എൻ്റെ ഹെൽത്ത് ശരിക്കും ഓക്കെ ആണോ എന്ന് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ടാണെങ്കിലും നമുക്ക് ചെയ്യേണ്ട കാര്യത്തിനെ പറ്റിയിട്ടാണെങ്കിലും പ്രിക്കോഷൻസിനെ പറ്റിയിട്ടാണെങ്കിലും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സിനെ പറ്റിയിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ഓരോരുത്തരും സംസാരിച്ചാൽ മാത്രമേ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യാം,
നമ്മളുടെ കോൺവെർസേഷൻസിൽ വളരെ നോർമലായിട്ട് വരേണ്ട ഒരു കാര്യമാണ് സ്ക്രീനിങ് ആണെങ്കിലും, അതായത് ഹെൽത്ത് സ്ക്രീനിങ്, ക്യാൻസർ സ്ക്രീനിങ്, ഏത് രീതിയിലാണെങ്കിലും. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് വളരെ ആരോഗ്യം ഉള്ള ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഈ ന്യൂസസ് ഒക്കെ വളരെ റെഗുലറായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബോഡി ഹെൽത്തിനെ പറ്റി നമ്മൾ കുറച്ച് കൂടെ കോൺഷ്യസ് ആവണം. ചിലപ്പോൾ നമ്മളുടെ അണ്ടർലൈൻ പല അസുഖങ്ങളും ഉണ്ടാവാം. അപ്പം നമ്മളത് സ്ക്രീൻ ചെയ്ത് നമുക്ക് അസുഖമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക, ഹെൽത്തിനെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് പറയാനുള്ളത് പുസ്തകത്തിൻ്റെ കാര്യം. പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഭയങ്കര എഴുത്ത് അങ്ങനെ പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് സാധാരണ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എന്നതിനേക്കാൾ ഉപരി എനിക്ക് അതിൽ പറയേണ്ട മെസ്സേജാണ് നിങ്ങളുടെ അടുത്ത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ പുസ്തകമായിട്ട് അത് കൺസിഡർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അതായത് പുതുതായിട്ട് എഴുതുന്ന ഒരാൾ ആദ്യമായിട്ട്, ഞാനിങ്ങനെ കോളംസ് ഒക്കെ എഴുതാറുണ്ട്, മാഗസിൻസിൽ എഴുതാറുണ്ട് എന്നല്ലാണ്ട് ഇതെൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഭയങ്കര വലിയ കോംപ്ലക്സ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഭയങ്കര ഭാഷാപരമായിട്ട് ഭയങ്കര നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. പക്ഷേ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം അത് വളരെ ക്ലിയർ ആണ്. അതിനകത്ത് 30 എൻ്റെ പേഷ്യൻസിൻ്റെ, ഞാൻ 5 വർഷമായി കണ്ട പേഷ്യൻസിൻ്റെ സർവൈവർ സ്റ്റോറീസ് ആണ്. കാരണം പലപ്പോഴും ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളൊരു ഡെത്ത് സെൻറ്റൻസ് ആയിട്ടാണ് കാണാറ്. ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഇനി എത്ര കാലം ജീവിക്കുമെന്നാവോ, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ആണോ? ആണ്. അപ്പം അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ല. കാലങ്ങളായിട്ട് നമ്മളൊരു സിനിമയിലും നമ്മൾ കാണുന്നില്ല ക്യാൻസർ കഴിഞ്ഞ് സർവൈവ് ചെയ്ത് വന്ന ആൾക്കാരെ നമ്മൾ കാണുന്നില്ല. പല പുസ്തകങ്ങളും നമ്മൾ കാണുന്നില്ല. നമ്മൾ കേട്ടിടത്തോളം കണ്ടിടത്തോളം ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ക്യാൻസർ ആവുന്നു, പോകുന്നു, മരിക്കുന്നു. ഇതാണ് നമ്മൾ സിനിമകളിലാണെങ്കിലും എല്ലാ മീഡിയാസിലും നമ്മൾ ഇതാണ് കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയല്ല. ക്യാൻസർ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കാർഡിയാക് ഡിസീസ് പോലെയും ഓർത്തോ ഡിസീസസ് പോലെയൊക്കെയുള്ള ഒരു അസുഖം മാത്രമാണ്. നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒന്നാണ്. അപ്പം ഈ നേരത്തെ കണ്ടുപിടിക്കാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരിക്കലും പേടിയല്ല വേണ്ടത്, നമ്മൾ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും, എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകളാണ്. കാരണം പുരുഷന്മാർ പിന്നെയും കുറച്ചും കൂടെ അവരെ ഹെൽത്ത് നോക്കാറുണ്ടായിട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്ത്രീകളാവുമ്പോൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുട്ടികളാണെങ്കിൽ ഭർത്താവിൻ്റെ കാര്യമൊക്കെ വളരെ നല്ല രീതിയിൽ നോക്കുന്ന ഒരാൾ നമ്മളെ കാര്യം വരുമ്പോൾ എന്താണെങ്കിലും ഒന്ന് പിന്നിലേക്കാണ്. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ പനിയാണെങ്കിൽ പോലും നമ്മൾ എന്താ വിചാരിക്കുക, ഞാൻ എൻ്റെ അമ്മ ഇൻക്ലൂഡഡ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അതായത് ഓക്കെ, ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് മക്കൾക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോവാം. ഈ ഒരു ചിന്ത മാറ്റണം എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഞാൻ അമ്മമാരിൽ കണ്ടിട്ടുള്ളത്, അവർക്ക് എന്തെങ്കിലും ഒരു അസുഖമാണെന്ന് പറഞ്ഞാൽ പറയും, എൻ്റെ മക്കൾക്ക് ഇത്രയും പൈസ ചിലവാക്കാനില്ല, എൻ്റെ മക്കൾക്കൊരു ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനൊരു ബുദ്ധിമുട്ടാവും. ഈ ഒരു കാര്യം ഞാൻ കോൺസ്റ്റൻ്റ്ലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളത് പറയാണ്ടിരുന്നാലാണ് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവാൻ പോകുന്നത്. കാരണം നമുക്കൊരു അസുഖം നേരത്തെ ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ നേരത്തെ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം. നേരെ മറിച്ച് കുറേ ദൂരം എത്തിപ്പോയി സ്റ്റേജ് 4 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സാ രീതികൾക്ക് മാറ്റം വരും. ചികിത്സ കഴിഞ്ഞ് അവർ സർവൈവ് ചെയ്ത് വരാനുള്ള റേറ്റും വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ചെയ്യുക, ക്യാൻസറിനെ പേടിക്കാതിരിക്കുക, പകരം അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ചും കൂടെ എമ്പത്തറ്റൈസ് ആവാൻ കൂടെ നോക്കുക. കാരണം നിങ്ങളായിരിക്കും എന്നാണ് എനിക്കറിയാം, പക്ഷെ ഞാൻ ഒന്നും കൂടെ അത് എടുത്ത് പറയാണ്. കാരണം അവർ പോകുന്ന സാഹചര്യം വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും ഞാൻ പാലിയേറ്റീവ് സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുന്നൊരു കാര്യം, ഈ റിലേറ്റീവ്സ് ഉണ്ടാവും കുറച്ച് പേര് കാണാൻ വരും. അപ്പോൾ ഈ കാണാൻ വരുന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കും, ഇവരാൾക്കാണെങ്കിൽ വയ്യാത്ത സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാവും, ഇവർക്ക് ഒരു നല്ല വാക്ക് കേൾക്കാനാണ് ഇവർ വരുന്നത്. അതായത് ഇവർ ആഗ്രഹിക്കുന്ന ഒരു നല്ല വാക്ക് കേൾക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉള്ളത് അവസാനമായിട്ട് ചെയ്യാനൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് പകരം
ആളുകൾ വന്നിട്ട് ചോദിക്കും എന്നെ ഓർമ്മയുണ്ടോ, എന്നെ ഓർമ്മയുണ്ടോ, എന്നെ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവർക്ക് ഓർമ്മയില്ല. അപ്പം ഒരിക്കലും അതൊരു ചെറിയ എക്സാമ്പിളാണ്. അതായത് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എമ്പത്തൈസ് ചെയ്തിട്ട് അവരടുത്ത് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈവൻ ഒരാൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് അയ്യോ ക്യാൻസർ വന്നല്ലോ, ആ ഒരു വാക്ക് മതി അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാൻ. അപ്പോൾ നമുക്ക് ഓക്കെ ആ ഒരു അസുഖം അവർക്ക് വന്നു ആയിക്കോട്ടെ, അത് എല്ലാവർക്കും അറിയാം, പിന്നെയും നമ്മളത് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് എമ്പത്തറ്റൈസ് ആയിട്ട് അവരെടുത്ത് നമുക്ക് ഒരു അസുഖം വന്നാൽ എങ്ങനെയാണോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവരെടുത്തും പെരുമാറുക. അതുപോലെ തന്നെ ഇതൊരു ഒരിക്കലും ഒരാളുടെ ഇൻഡിവിജ്വൽ ഡിസീസ് അല്ല, ഫാമിലി പ്രോബ്ലം പോലും അല്ല, ഇറ്റ്സ് എ സോഷ്യൽ ഡിസീസ്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ ഫാക്ടേഴ്സ് ഇതിൽ എഫക്റ്റഡ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പിന്നെയും ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅഷ്യൂർ ചെയ്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഒന്ന് കുറച്ച് സാധാരണ ഞാനിത്ര സംസാരിക്കാറില്ല, കുറച്ചധികം സംസാരിച്ചു എന്നുള്ളത്. സോ ഇവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്ത ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഇന്ന് എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്.